എല്ലാവർക്കും ഓർമ്മിക്കാം. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, സ്നേഹിതരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹൈറാർക്കി സ്ഥാപിതമായിട്ട് 90 വർഷം പൂർത്തിയാകുന്നു. തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല രൂപതയും അതിന്റെ നവതി ആഘോഷത്തിലാണ്. 2000 വർഷമായി ഈ ഭാരതഭൂമിയിൽ മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ രൂപം കൊണ്ട മാർത്തോമാ ക്രിസ്ത്യാനികളുടെ അപ്പസ്തോലിക സഭ വിവിധ സഭാ കൂട്ടായ്മകളിലായി ഇന്ന് കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭകളിലുമായി ഇന്ന് വ്യാപിച്ച് കിടക്കുന്നു. 930 മലങ്കര സഭയിൽ നിന്ന് കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയിലേക്ക് ഭാഗ്യസ്മരണാർഹനും പുണ്യശ്ലോകനുമായ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് ഇവാനിയോസ് തിരുമനസിന്റെയും മാർ തെയോഫിലോസ് തിരുമനസിന്റെയും മറ്റ് സർക്കാരികളുടെയും പ്രാർത്ഥനാപൂർവമായ തീരുമാനത്തിൽ മലങ്കര സഭയുടെ പുനരേകീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പരിശുദ്ധ സഭയുമായി പൂർണ്ണ കുർബാന ബന്ധത്തിൽ പ്രവേശിച്ച് അതിന്റെ നവതി ആഘോഷത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ പരമകാരുണ്യവാനായ ദൈവത്തോട് ഈ സഭയ്ക്ക് ദൈവം കാലാകാലങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സംരക്ഷണവും വാത്സല്യവും കൃതജ്ഞതയോടെ ഓർക്കുന്നു. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി വളർന്ന് പ്രവർത്തിച്ച് സമൂഹ മധ്യത്തിൽ വിനയാന്വിതരായി ശുശ്രൂഷ ചെയ്യുന്ന ഈ പൗരസ്ത്യ കത്തോലിക്ക സഭ ഭാരത സംസ്കാരത്തോട് ചേർന്ന് പൗരസ്ത്യ സഭയുടെ ആരാധന പൈതൃകങ്ങൾ സ്വാംശീകരിച്ചു പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായും 91-ാം വർഷത്തിലേക്ക് ഹൈറാർക്കി എന്ന നിലയിൽ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഭദ്രാസനങ്ങൾ വിവിധ പ്രദേശങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി രൂപീകരിക്കപ്പെടുകയും കർത്താവിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഇടയന്മാരെ അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്തു. വാത്സല്യവാനായ കരുണാനിധിയായ നമ്മെ എല്ലായ്പ്പോഴും സ്നേഹ സംരക്ഷണത്തിൽ സ്ഥിരീകരിച്ച് നിൽക്കുന്ന ദൈവം സർവശക്തൻ നമുക്ക് എന്നും നൽകുന്ന കൃപയും വാത്സല്യവും കൃതജ്ഞതയോടെ ഓർക്കുന്നു. ഏകവും വിശുദ്ധവും സൈനികവും സാർവത്രികവുമായ തിരുസഭയിൽ നമുക്കെല്ലായ്പ്പോഴും വലിയ ആത്മബന്ധം നൽകിയിട്ടുള്ള പരിശുദ്ധ പിതാക്കന്മാരാണ് പത്രോസിന്റെ സിംഹാസനത്തിൽ നമുക്ക് വലിയ കരുതൽ നൽകി വന്നിട്ടുള്ളത്. 11-ാം പീയൂസ് മാർപ്പാപ്പ തിരുമേനി മുതൽ ഭാഗ്യമോടെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി വരെയുള്ള പിതാക്കന്മാർ, വിശുദ്ധ പത്രോസിന്റെ അനന്തരഗാമികൾ, ക്രിസ്തുവിന്റെ വികാരിമാർ നമ്മുടെ സഭയോട് കാട്ടിയിട്ടുള്ള പിതൃതുല്യമായ വാത്സല്യവും ആവശ്യ ഘട്ടങ്ങളിൽ നൽകിയ വിലമതിക്കാനാവാത്ത കൈത്താങ്ങും ഈ അപ്പസ്തോലിക സഭ നന്ദിയോടെ, സ്നേഹത്തോടെ, കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സഭയുടെ അനുഗ്രഹങ്ങൾ വർത്തമാനമാക്കുന്നതിനും ലൈംഗിക ശുശ്രൂഷയിൽ നമ്മുടെ സഭയെ കൂടുതൽ കാലോചിതമാക്കുന്നതിനും സുവിശേഷാധിഷ്ഠിതമാക്കുന്നതിനും വീണ്ടും നമുക്ക് ദൈവാനുഗ്രഹത്താൽ പുതിയ
നമ്മുടെ സഭയിൽ പുതുതായി നടക്കുന്ന നിയമനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് അഭിനന്ദനായ ജേക്കബ് മാർ ബർണബാസ് തിരുമേനിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് ഡൽഹി ഭദ്രാസനത്തിന്റെ ചുമതല നിർവഹിക്കുന്നതിന് പുതിയ ഇടയനെ നിയമിക്കുന്നതിനെ കുറിച്ച് ഔദ്യോഗികമായി പരിശുദ്ധ സഭയുടെ അറിയിപ്പ് നമ്മുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുബഹദോസിന്റെ സെക്രട്ടറി തിരുവല്ല അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പുമായ അഭിമന്യ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ സഭാമക്കളെ ഔദ്യോഗികമായി അറിയിക്കുന്നതാണ്. അഭിമന്യ തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. The Syro-Malankara Catholic Major Archiepiscopal Church, Basilios Cardinal Klimis, Major Archbishop Catholicos, and Major Archbishop of Trivandrum. Announcement 7 May 2022. It is with a heart filled with gratitude to the ever-loving Almighty Lord that I, as the Father and Head of the Syro-Malankara Catholic Major Archiepiscopal Church, and as the President of the Holy Episcopal Synod, announce to you the new canonical provisions of the Syro-Malankara Catholic Church. 1. As per the request of the Holy Episcopal Synod of the Syro-Malankara Catholic Church to the Holy See, the Holy Father, Pope Francis, has relieved His Excellency Thomas Mar Antonios OIC from the eparchy of St. Ephraim, Khatki, Pune, and appointed him as the Bishop of the eparchy of St. John Chrysostom, Gurgaon. 2. After having completed all the canonical procedures and having obtained the pontifical assent from the Holy Father Pope Francis, the Holy Episcopal Synod of the Syro-Malankara Catholic Church elected Reverend Dr. Anthony Kakanath, the present Executive Secretary of Suvishesha Sangam, as the Bishop of the Major Archiepiscopal Curia of the Syro-Malankara Catholic Church. 3. After having completed all the canonical procedures and having obtained the pontifical assent from the Holy Father Pope Francis, the Holy Episcopal Synod of the Syro-Malankara Catholic Church elected Right Reverend Monsignor Dr. Matthew Malankara Kavil Corpiscopo, the present Protosyncellus of the Major Archdiocese of Trivandrum, as the Auxiliary Bishop of the Major Archdiocese of Trivandrum. In addition to the above mentioned appointments, with the consent of the Holy Episcopal Synod, I, Basilios Cardinal Klimis, the Major Archbishop Catholicos, have appointed His Excellency Thomas Mar Antonios, the Bishop-elect of St. John Chrysostom, Gurgaon, as the Major Archiepiscopal Administrator of the eparchy of St. Ephraim, Khatki, Pune, until another canonical provision is made. Notwithstanding anything to the contrary contained herein, may God bless our new shepherds and you all, Basilios Cardinal Klimis, Major Archbishop Catholicos of the Syro-Malankara Catholic Church and President
of the Holy Episcopal Synod of the Syro Malankara Catholic Church. Amen. ഇപ്പോൾ നിയുക്ത എപ്പിസ്കോപ്പമാരെ അഭിനന്ദനീയവാദമേയും മറ്റു പിതാക്കന്മാരും ചേർന്ന് നിയുക്ത പിതാക്കന്മാരുടെ സ്ഥാന ചിഹ്നങ്ങളായ ഇടക്കെട്ട്, കറുത്തുകുപ്പായം, മാല, മോതിരം എന്നിവ അണിയിക്കുന്നു. ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറ നിയുക്തമെന്നവർക്ക് പൂച്ചൊണ്ട് നൽകിയ ആശംസകൾ അറിയിക്കുന്നതിനായി തിരുവനന്തപുരം മേഖല ദേവദാസന്റെ മാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ശ്രീ ജേക്കബ് ഫിലോസ് IPS പ്രിയപ്പെട്ട ജോൺ മത്തായി AISനെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ക്യാമറ ഇതാന്നിക്കോ ഫോട്ടോഗ്രാഫർ വന്നതാണ്. കുറച്ചൊന്ന് തരം താത്തോ ഒന്ന് കാണാം. ഇപ്പോൾ ധൂപ പ്രാർത്ഥനയ്ക്കായിട്ട് നേതാക്കന്മാരുടെ കബറിലേക്ക് പോകുന്നു. ധൂപ
ഇവിടെ അത്വഹായിത്വ പ്രാർത്ഥനയ്ക്ക് ശേഷം നന്ദിപിതാക്കന്മാരുടെ കബറിൽ പ്രാർത്ഥന നടത്തപ്പെടുന്നതാണ്. Subhanallah.